2,40,000 റുപ്യ വേണ്ട പോട്ടെ, ഓഫർ പ്രൈസ് 2,30,000 റുപ്യക്ക് വരെ ഇനോവ ഉണ്ട് നമ്മളെ കയ്യിൽ. ഒറ്റ വില ഞാൻ പറയുള്ളൂ, 95,000 റുപ്യക്ക് 2011 അൾട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. റെഡ് ബെൽ യൂസർ കാർസ് നിന്ന് നൂറാണ്. നമ്മളൊരു അടുത്ത എപ്പിസോഡ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നപോലെ എന്ത് ചെയ്യുക, ആദ്യം കാണുന്നപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ കൂടെ കൂടുക മറക്കരുത്. ഇതെന്തായാലും നമുക്കും വേണ്ടിയിട്ടും കൂടുതൽ വണ്ടി ഇനിയും ആൻ്റെ ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ കയ്യിൽ കുറഞ്ഞ വണ്ടികളുള്ള ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടിൻ്റെ ആവശ്യക്കാരുണ്ട്. അപ്പോൾ എവിടെയാണ് നല്ല വണ്ടി, എവിടെയാണ് നല്ല വിലക്കുറവ്, എവിടെയാണ് നല്ല ക്വാളിറ്റി വണ്ടി, അവിടേക്ക് കസ്റ്റമർ വരും. എൻ്റെ ചൊറുക്ക കണ്ടാണ്ട് ആരും വരില്ല. വിലക്കുറവ്, വണ്ടിയുടെ ക്വാളിറ്റി, പിന്നെ വണ്ടിയുടെ ഗുണമേന്മ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ജനങ്ങൾ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇനി ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മളെ കൂടെ കൂടുക. ഏറ്റവും വില കുറച്ച് 2,40,000 റുപ്യ വേണ്ട പോട്ടെ, ഓഫർ പ്രൈസ് 2,30,000 റുപ്യക്ക് വരെ ഇനോവ ഉണ്ട് നമ്മളെ കയ്യിൽ. 2,30,000 തൊട്ട് 12.5 ലക്ഷം റുപ്യ വരെയുള്ള എല്ലാ ഇനോവകളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, കൂടുതൽ നീട്ടിപ്പരത്തി പറഞ്ഞാണ്ട് എന്ത് ചെയ്യണില്ല, സഭ വഷളാക്കണില്ല. എന്തായാലും അത്യാവശ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് നമുക്ക് ആദ്യമാണ് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. 2013 ഇനോവയാണ്. ഈ വണ്ടിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇനോവ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, എല്ലാ ഇനോവയോടും തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക, നീട്ടിപ്പരത്തി പറയാതെക്കാൻ വേണ്ടിയിട്ട് 2013 G4 ഇനോവയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടി, സിൽവർ കളർ, നല്ല കമ്പനി അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് വണ്ടി. ചെറിയ പൈസക്കാണ് ഇത് കൊടുക്കുന്നത്. ചെറിയ പൈസക്കാണ് 2013 G4 ഇനോവ കൊടുക്കുന്നത്. 6,70,000 റുപ്യ, 6.25 ലക്ഷം റുപ്യക്ക് 2013 G4 ഇന്നോവ റെഡ് ബെല്ലിലേക്ക് കിട്ടുള്ളൂ. ഞാൻ എന്തായാലും കൂടുതൽ നീട്ടിപ്പരത്തി പറയണില്ല കേട്ടോ. വണ്ടിയുടെ ഫോട്ടോസ് വേണ്ടിയൊരു ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പിന്നെ 4 നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ 4 നമ്പറിൽ നമ്മുടെ കാറ്റലോഗ് ഉണ്ട്. അല്ലെങ്കിൽ 4 നമ്പറിൽ വിളിച്ചാൽ നമ്മളെ കിട്ടും. ചിലപ്പോൾ തിരക്കാവും. അപ്പം എന്ത് ചെയ്യാൻ, മറ്റേ നമ്പറിൽ വിളിച്ച് നമ്മളായിട്ട് സഹകരിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വണ്ടി 2000 നമ്മൾ സമയപരിമിതി ഉണ്ട്. പിന്നെ വീഡിയോ ദീർഘിപ്പിക്കേണ്ട കരുതിയിട്ടാണ് എന്ത് ചെയ്യണത്, പെട്ടെന്ന് പറഞ്ഞു പോകും. ആവശ്യക്കാർക്ക് ഞാൻ വീണ്ടും പറയുകയാണ് എന്ത് ചെയ്യുക, ആവശ്യക്കാർക്ക് ഇന്ന വണ്ടിയുടെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോട്ടോസ് ഒന്ന് അയച്ചു തരില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഒന്ന് അയച്ചു തരി എന്ന് പറഞ്ഞാൽ നമ്മൾ 4 നമ്പർ കൊടുക്കേണ്ട. ഈ 4 നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാതെ അയച്ചു തരുന്നതായിരിക്കും നിർബന്ധമായിട്ടും. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കണില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യണം, വീണ്ടും മറ്റേ നമ്പറിലൊന്ന് വിളിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചിലപ്പം തിരക്കാവുമ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യൂല, ചിലപ്പം ഫോൺ എടുക്കൂല, ആ സമയത്താകുമ്പോഴും എടുക്കൂല. അപ്പോൾ വാട്സപ്പിലൊന്ന് വോയിസ് വിട്ടാൽ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ അതിലൊരു ഹായ് വിട്ടാൽ നമ്മളെ കാറ്റലോഗ് ഉണ്ട്. 4 നമ്പറിലും ഫുൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും മൊത്തം ഉണ്ടാവും. എന്തായാലും 2016 ഇന്നോവ KL22 മാനന്തവാടി വയനാട്ടിലെ നമ്പറായ വണ്ടിയാണ്. 2016 വണ്ടി. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില ക്രിസ്റ്റൻ്റെ അലവിയിലുണ്ട്. പിന്നെ പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്, ബാക്ക് സ്കേർട്ട്, AC പവർ സ്റ്റാറിങ്, 4 ഡോർ വിൻഡോ ഒക്കെ പിന്നെ കമ്പനി വരുന്നതാണ്. സ്റ്റീരിയോ, ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ഒരുപാട് സംഗതികളുണ്ട്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യുക, 10 ലക്ഷം റുപ്യൻ്റെ ഈ വണ്ടി നമുക്ക് കൊടുക്കാം. 2016 ഇന്നോവ 10 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2012 ഇന്നോവ സിൽക്കി ഗോൾഡ്. 2012 ഇന്നോവ സിൽക്കി ഗോൾഡാണ്. റീവണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, സീറ്റ് കവറും കാര്യങ്ങളും. ഇനി വരുന്ന ആളുകൾക്ക് എന്തൊക്കെ കുറവുണ്ട് ഓല് പറയുന്നതിന്, ആ ഫിറ്റിങ്സ് ഇല്ല, ഈ ഫിറ്റിങ്സ് ഇല്ല. അപ്പോൾ നമ്മളോട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് കസ്റ്റമറെ 100 വട്ടം സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ. നാളെ ഒരു കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് ഒരു വണ്ടി വന്ന് എടുത്താൽ ഇവർ നല്ല പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് അഭിപ്രായവും, നല്ല വണ്ടി, നല്ല കണ്ടീഷനും, നല്ല ക്വാളിറ്റി, നല്ല ഡീലിംഗും ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അടുത്ത ഒരു കസ്റ്റമർ ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും 12 G4 റീ രജിസ്ട്രേഷൻ വണ്ടി 6,60,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ 2015 ഇന്നോവ സിൽക്കി ഗോൾഡാണ്. പിന്നെ G4 ആണ്, റീ രജിസ്ട്രേഷൻ ആണ്. ഈ വണ്ടി നമുക്ക് 9,10,000 റുപ്യ ഇട്ടാൽ ഫൈനൽ കൊടുക്കാം. 2015 ഇന്നോവ. അതുപോലെ തന്നെ 2014 ഇന്നോവയാണ്. ഇത് സിൽവർ കളറാണ്, G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, 7,60,000 റുപ്യക്ക് 2014 G4 ഇന്നോവ കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം, ഒരു ചെറിയ ചായൻ്റെ പൈസക്ക് ഇനി ഡ്രൈവിംഗ് പഠിക്കണവനും പറ്റും, ഇനി ഒരു വണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കണവനും പറ്റും. ഒറ്റ വില ഞാൻ പറയുള്ളൂ, 95,000 റുപ്യക്ക് 2011 അൾട്ടോ. ആവശ്യക്കാർ വന്നോളി, കണ്ടോളി, കൊണ്ടുപോയിക്കോളി. ഒറ്റ വില 2011 അൾട്ടോ വെറും 95,000 റുപ്യക്ക്. പോലെ പേർക്ക് ഞാൻ അടക്കണം മാറ്റി കൊടുക്കുക. ആധാർ കാർഡോ പൈസ ഇട്ടാണ് വന്നോളി, വണ്ടിയും കൊണ്ടുപോകാം. ഇനി ഡ്രൈവിംഗ് പഠിക്കുന്നവനും പറ്റും. AC ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്. LXi നാട്ട് ഇതിൻ്റെ ഓപ്ഷൻ്റെ പേര്. 2011 KL 10 ഇറങ്ങിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 95,000 റുപ്യക്ക് 2011 അൾട്ടോ മലപ്പുറത്ത് മോങ്ങത്ത് റെഡ് ബെൽ അല്ലാതെ വേറെ എവിടെയും കിട്ടൂല. ഗ്യാരണ്ടി ആണ് ഈ പറയണത്. ഇഞ്ഞോ നല്ല ക്വാളിറ്റി വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ കച്ചവട ലാഭം നിങ്ങൾക്ക് മനസ്സിലാക്കുക. 90 റുപ്യക്ക് ഇങ്ങോട്ടും വാങ്ങും. 90 റുപ്യക്ക് 2011 അൾട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എടുക്കും ചെയ്യും. അതുപോലെ തന്നെ 2015 ഇന്നോവ
ഗ്രേ കളറിൽ വരുന്ന വി വണ്ടി കേട്ടോ, ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി 2015 നമുക്ക് എന്ത് ചെയ്യുക 10 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 2015 വി ഇന്നോവ 10 ലക്ഷം റുപ്യക്ക് കൊടുക്കുക. അതുപോലെ തന്നെ 13 വി വണ്ടി സമയക്കുറവ് കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാത്തത് കൊണ്ടാണ് കൂടുതൽ നീട്ടിപ്പരത്തി ഞാൻ വയല് പറയണില്ല. 13 വി വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി നമുക്ക് എന്ത് ചെയ്യുക 8 ലക്ഷം റുപ്യ കൊടുക്കുക. 13 വി വണ്ടി രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി 8 ലക്ഷം റുപ്യക്ക് കൊടുക്കുക. ഇനി ഇത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഇന്നോവകളുണ്ട്. സമയക്കുറവും വീഡിയോ ദൈർഘിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണില്ല, കുറച്ച് ആ സൈഡിലുള്ള വണ്ടികൾ കൂടി കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം. 2015 ഇന്നോവയാണ് ഈ കിടക്കുന്നത്. 2015 സിൽവർ കളർ ഇന്നോവ G4 ആണ്, രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്മളിതിന് ആവശ്യപ്പെടുന്ന വില 9,500 റുപ്യ 9,400 റുപ്യ നമുക്ക് കൊടുക്കാം. അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കമ്പനി ഫീച്ചേഴ്സിന് പുറമെ എന്താണോ കുറവുള്ളത് അതൊക്കെ നമുക്ക് 2016 വണ്ടിയാണിത്. 2016 G4 രജിസ്ട്രേഷൻ വണ്ടി, ക്രിസ്റ്റൻ്റെ അലേവിയിലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി 9,5 ലക്ഷം റുപ്യ 9,50,000 റുപ്യക്ക് 2016 G4 ഇന്നോവ. അഡീഷണൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, എസിയും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡും സെൻട്രൽ ഏസിയും ബാക്ക് വൈപ്പറും ABS എയർ ബാഗും അലേവിയിലൊക്കെ ക്രിസ്റ്റൻ്റെ അടക്കതിലുണ്ട്. 9,500 റുപ്യക്ക് നല്ല പ്രൊഫൈലുണ്ടോ. അപ്പോൾ ഈ കാണിച്ച എല്ലാ വണ്ടികളും, ഈ കാണുന്ന എല്ലാ വണ്ടികളും അത്യാവശ്യം പ്രൊഫൈലുള്ളവർക്ക് 50 രൂപ 1 രൂപ 1.5 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം. അതുപോലെ തന്നെ 2015 ഇന്നോവ വൈറ്റ് കളറാണ്, G4 ആണ്, രജിസ്ട്രേഷൻ ആണ്, 8,50,000 റുപ്യക്ക് കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ ഫുള്ള് ലോണും കിട്ടും, അല്ലെങ്കിൽ 8 ലക്ഷം റുപ്യ ശരാശരി ലോണും കിട്ടും. 2015 G4 ഇന്നോവ. അതുപോലെ തന്നെ അടുത്തതും 2015 ഈ വണ്ടിയിൽ ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളും, G4 ആണെങ്കിലും ഡയമണ്ട് കട്ട് അലൈ വീലും കാര്യങ്ങളും, ബോഡി സ്റ്റിക്കറും ബാക്ക് സ്കേർട്ടിങ്ങും എല്ലാ സാധനവും ഉണ്ട്. അതുപോലെ തന്നെ 2015 ഇന്നോവ കോഫി കളർ, ഗ്രേ കളറിൽ ആ ഒരു ഡാർക്ക് ഗ്രേ വരുന്ന കോഫി കളർ വണ്ടിയാണ് 15 വീൻ്റെ അലൈ വീല്, സൂപ്പർ സീറ്റ് കവർ, ബോഡി സ്റ്റിക്കർ, ആൻഡ്രോയിഡ്, ബാക്ക് സ്കേർട്ട്, ഒരുപാട് സംഗതികളുണ്ട്. എന്തായാലും ഈ വണ്ടി നമുക്ക് എന്താ ചെയ്യുക 8,500 റുപ്യക്ക് ഈ മുതലും കൊടുക്കാം. 8,500 രൂപയ്ക്ക് 2015 2-3 ഇന്നോവ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, ഒക്കെ 8,500 റുപ്യ ഈക്വൽ പ്രൈസ്. പ്രൊഫൈലുള്ള ആൾക്കാണെങ്കിൽ 7 റുപ്യ 7,000 റുപ്യ 1 റുപ്യ കയ്യിൽ കരുതിക്കോളി വണ്ടി തരും. ഇത് 2012 വി ഇന്നോവ. 2012 ആണ്, വി ആണ്, ഗ്രേ കളറാണ്, ടൈപ്പ് 4ലേക്ക് കൺവെർട്ട് ചെയ്ത വണ്ടിയാണ്. 7,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് സൂപ്പർ ക്വാളിറ്റി വണ്ടി 7,000 റുപ്യക്ക് കൊടുക്കാം. ഇത് 2015 സിൽക്കി ഗോൾഡ് ഇന്നോവ. 2015 സിൽക്കി ഗോൾഡ് ഇന്നോവ സെക്കൻഡ് ഓണർ രജിസ്ട്രേഷൻ വണ്ടി 9,400 റുപ്യൻ്റെ നമുക്ക് എന്ത് ചെയ്യുക, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് 2013 G4 2013 ആണ്, വി ആണ്, രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യുക 8,400 റുപ്യ 8 ലക്ഷം റുപ്യ 13 വി വണ്ടി കൊടുക്കുക. ഇനി ഇതാ ഇന്നോവകൾ ഒരുപാടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സമയക്കുറവ് കാരണം ഞാൻ എന്ത് ചെയ്യണില്ല, നീട്ടിപ്പരുത്തി പറയണില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നോവൻ്റെ ആവശ്യക്കാരാണോ മുത്തലിയാരെ പേരക്കുട്ടികൾ വേണോ ടയോട്ടൻ്റെ വണ്ടികൾ ഇങ്ങോട്ട് വന്നോളി. ഇനി വേറെ കൊടുക്കും നിങ്ങൾ ആലോചിക്കണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ, ചെറിയ ചായൻ്റെ പൈസക്ക് ഇന്നോവ 2007 ഇന്നോവയാണ്. ദേശീയം പവർ സ്റ്റാറിങ്ങും പവർ വിൻഡും എല്ലാ സാധനവും ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. 2007 അപേക്ഷിച്ച് നല്ല നീറ്റ് വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി. ഇതിൻ്റെ വില കേൾക്കുമ്പോഴാണ് നിങ്ങൾ നെട്ടോ. ചെറിയ പൈസ, ചായൻ്റെ പൈസ. ആളുകൾ കമൻറ്റ് ചെയ്യോ നോക്കണ്ട, ചെറിയ പൈസ. നമ്മളെ ലൈഫിൽ നമ്മൾ ഇന്നോവ വിൽക്കണ വിലകളാണ് അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ പൈസക്കാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ 2007, 10, 17, 5, 21, 5, 27 വരെ പേപ്പർ വാലിഡ് ഉള്ള വണ്ടി. ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യുക, വില കേട്ട് നട്ടണ്ട, 2,35,000 റുപ്യക്ക് കൊടുക്കാം. 2,35,000 റുപ്യക്ക് എന്ത് ചെയ്യുക, സൂപ്പർ ക്വാളിറ്റി വണ്ടി കൊടുക്കാം. എന്തായാലും 2,35,000 റുപ്യക്ക് എന്ത് ചെയ്യും, 2007 ഇന്നോവ കൊടുക്കും. 2006 വി ഇന്നോവ റെഡ് കളറാണ്, മമ്മൂട്ടി കളറാണ് ഈ കളറൊക്കെ കേട്ടോ. 2006 വി ഇന്നോവ 5 കൊല്ലത്തെ പുതിയ പേപ്പറാണ്. 5 കൊല്ലത്തെ ടാക്സ്, ഇൻഷുർ, റിന്യൂവൽ എല്ലാ സാധനവും 5 കൊല്ലത്തെ ഫുൾ പേപ്പർ വാലിഡിലാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുക. ഇപ്പോൾ 1 മാസം കൂടി കാലാവധി ഉണ്ട്. ഫുൾ പേപ്പർ എന്തായാലും എടുത്തിട്ടേ കൊടുക്കുള്ളൂ. 2006 വി ഇന്നോവ റെഡ് കളർ. ഞാൻ പറഞ്ഞില്ല, പുളകം കൊള്ളണ ജാതി കളറുമാണ്, പുളകം കൊള്ളണ വണ്ടിയാണ്. വില കേട്ടാണ്ട് ആരും നെട്ടണ്ട. 3,75,000 റുപ്യ 3,75,000 റുപ്യക്ക് എന്ത് ചെയ്യുക, 2006 5 കൊല്ലത്തെ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കണം കേട്ടോ. 2030 വരെ എന്ത് ചെയ്യുക, 2030 വരെയുള്ള പേപ്പർ എടുത്തിട്ടാണ് ഞാൻ വണ്ടി കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് വണ്ടികൾ ഈ വീഡിയോയിൽ കാണിച്ചു. ആവശ്യക്കാരെന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ, വിളിക്കുക, നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്യാതെ ഏറ്റവും വില കുറഞ്ഞ 2,35,000, 3,75,000 തൊട്ട് 12-13 ലക്ഷം റുപ്യ വരെയുള്ള എല്ലാ വണ്ടികളും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ കൂടെ കൂടണം എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.